ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ ടോപ്പിക്ക് അല്ലെങ്കിൽ വിഷയം എന്ന് പറയുന്നത് ട്വിൻ ഫ്ലെയിംസ് അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ കൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും നല്ല സപ്പോർട്ടും പ്രോത്സാഹനവും ഒക്കെ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ട്വിൻ ഫ്ലെയിം എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ കുറച്ച് ആളുകൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലൂടെ പോകുന്നവരുണ്ട്. അപ്പം അവരെയും ജീവിതത്തിൻ്റെ ക്ലേശകരമായിട്ടുള്ള ആ അനുഭവത്തിൽ നിന്ന് പിടിച്ച് ഉയർത്തിയെടുക്കണം എന്നുള്ള രീതിയിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ പലർക്കും ഇതിലെ പല കാര്യങ്ങളും കേൾക്കുമ്പോൾ ദഹിക്കില്ല, അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റില്ല, ട്രിഗറിങ് ആയിട്ട് തോന്നലാണ്, ഇതൊന്നും സത്യമല്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ വീഡിയോ കാണണം എന്ന് ഞാൻ നിർബന്ധിക്കില്ല. കാരണം തീക്കട്ടയിലൂടെ നടന്നു പോയൊരു വ്യക്തിക്ക് മാത്രമേ അതിൻ്റെ പൊള്ളൽ എത്രയാണെന്ന് മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരും ഇത് കാണാൻ ഞാൻ അല്ലെങ്കിൽ വീഡിയോ കേൾക്കാൻ ഞാൻ നിർബന്ധിക്കാത്തത്. അപ്പോൾ ട്വിൻ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ ഒരു സോള് രണ്ടായിട്ട് ഡിവൈഡ് ആവുകയും അത് രണ്ട് ഫിസിക്കൽ ബോഡിയിൽ ഇംപ്ലാന്റ് ചെയ്ത് ബോഡിയായി ഭൂമിയിലേക്ക് വരുന്നതാണ് ഒരു തരത്തിലുള്ള ട്വിൻ ഫ്ലെയിംസ്. അല്ലെങ്കിൽ വേറൊരു രീതിയിലുള്ള ട്വിൻ ഫ്ലെയിംസ് എന്ന് പറഞ്ഞാൽ ആ സോള് പല ജന്മങ്ങൾ പുനർജനിച്ച് റീഇൻകാർണേഷൻ നടത്തി അവർ ഭൂമിയിലേക്ക് വരികയും അത് ഡിവൈനുമായിട്ട് ഈശ്വരനുമായിട്ട് ഒരു കണക്ഷൻ വരികയും അതിലൂടെ നമുക്ക് ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ ഈശ്വരൻ നമ്മളിലൂടെ ചെയ്യുന്നതുമാണ്. എങ്ങനെയായാലും ട്വിൻ ഫ്ലെയിംസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഈ ഭൂമിയിൽ ഒരുപാട് ബിഗ് പർപ്പസ് ഈശ്വരനിലൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആ സോളിനെ ഈശ്വരൻ ഇങ്ങനെ മോൾഡ് ചെയ്ത് ഹീല് ചെയ്ത് ഒരുപാട് അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നുപോയി അതിനെ ഒരു വെള്ളാരം കല്ല് പോലെ വളരെ ഒരു തീക്കട്ട പോലെ വളരെ ശുദ്ധവും എന്നാൽ വളരെ ഷൈനിങ്ങും പവർഫുള്ളും ഒക്കെ ആക്കി എടുത്തതിന് ശേഷം അവരിലൂടെ ഈ ഭൂമിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബിഗ് പർപ്പസ് അല്ലെങ്കിൽ ബിഗ് പ്ലാൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വ്യക്തികളാണ് ട്വിൻ ഫ്ലെയിംസ് എന്ന് പറയുന്നത്, എൻ്റെ ഒരു അനുഭവത്തിൽ, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. അപ്പോൾ ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുമ്പോൾ നമുക്ക് അതിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്ക് ആദ്യ കാലഘട്ടം എന്ന് പറയുമ്പോൾ വളരെ വേദനാജനകമാണ്, ഭയാനകരമാണ്, ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥ, മറ്റുള്ളവരോട് എത്ര പറഞ്ഞാലും മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ ഒക്കെയാണ്. 100,000 ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും. എൻ്റെ കൂടെയുള്ള ആൾക്കാരെല്ലാം ഇങ്ങനെ 3D പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ 3D ഫിസിക്കൽ വേൾഡിലൊക്കെ ഇങ്ങനെ ജീവിക്കുമ്പോൾ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? പല കാര്യങ്ങളിലും ഉള്ളിൽ നിന്ന് ചോദ്യങ്ങൾ വരിക, പല കാര്യങ്ങളും പല രീതിയിലുള്ള തോന്നലുകൾ വരിക, അത് ഒന്നും മറ്റുള്ളവരെ പോലെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ഒന്നും മറ്റുള്ളവരെ പോലെ ഒരു പീപ്പിൾ പ്ലീസറായി നിൽക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഒരു 100,000 ചോദ്യങ്ങൾ നമ്മളുടെ മനസ്സിലൂടെ കടന്നു പോയിട്ട് എന്തിനാ ഇങ്ങനെയൊരു ജന്മം, എന്തിനാ ഈശ്വരൻ ഇങ്ങനെയൊക്കെ എനിക്ക് മാത്രം തന്നതെന്ന് ഒക്കെ ഒരു ചോദ്യങ്ങൾ വന്ന് നമ്മൾ ജീവിതത്തിൽ സ്റ്റക്കായി പോകുന്ന ഒരു അവസ്ഥ. അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക, നമ്മളെ ഒരു വലിയ ഇരുട്ട് നിറഞ്ഞ ഒരു ഗുഹയിലൂടെ കൈപിടിച്ച് ഈശ്വരൻ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ നമുക്ക് ചുറ്റിനൊന്നും കണ്ടുകൂടാ, മുമ്പിലും ഒന്നും കണ്ടുകൂടാ. എവിടുന്നാ നമ്മൾ ആ ഗുഹയിലേക്ക് കയറിയതെന്നും എവിടെയാണ് ആ ടണൽ അല്ലെങ്കിൽ ആ തുരങ്കം ചെന്ന് നിൽക്കുന്നതെന്നും അവിടെ എന്താണുള്ളതെന്നും ഒന്നും അറിഞ്ഞുകൂടാ. നമുക്ക് ചുറ്റിനും ഇരുട്ടാണ്. അപ്പോൾ അതിലേക്കൂടെ നമ്മൾ മുന്നോട്ട് നടക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളെ നമ്മൾ ഒബ്സ്റ്റക്കിൾസിനെ എല്ലാം കീറി മുറിച്ചുകൊണ്ട് നമ്മൾ ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ നിലത്ത് തറയുണ്ടോയെന്നറിയില്ല, മുള്ളുണ്ടോയെന്നറിയില്ല, കുഴിയാണോ കുണ്ടാണോ എന്നറിയില്ല, മുള്ളുകളുണ്ടോയെന്നറിയില്ല, തപ്പിത്തടഞ്ഞ് നടക്കുമ്പോൾ അതിന് സമയമെടുക്കും. പക്ഷേ അതിൻ്റെ അങ്ങേ തലത്ത് ചെല്ലുന്ന സമയത്ത് ഒരു വലിയ പ്രശാന്തിയുടെ
അല്ലെങ്കിൽ വളരെ മനോഹാരിതയുടെ ഒരു തീരത്തിലേക്കാണ് ഈശ്വരൻ നമ്മളെ കൊണ്ട് നിർത്തുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ഈശ്വരന് ഈ ഭൂമിയിൽ ട്വിൻ ഫ്ലെയിംസിൽ ആ സോളിലൂടെ ഈ ഭൂമിയിൽ ഒരുപാട് വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അങ്ങനെ ഈശ്വരന് ചെയ്യണമെങ്കിൽ ഒരു 3D ഫിസിക്കൽ വേൾഡിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനിലൂടെ ഈശ്വരന് അത് ചെയ്യാൻ സാധിക്കില്ല, എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് റോഡിൽ ബൈ ചാൻസിൽ അല്ലെങ്കിൽ ആക്സിഡൻ്റായിട്ട് നടന്നു പോകുമ്പോൾ റോഡിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ ഒരു പാർക്കിലോ ഒരു ബീച്ചിലോ അങ്ങാനും നമുക്ക് ഒരു വിലമതിക്കാനാവാത്ത ഒരു കല്ല് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ നമ്മളത് കൊണ്ടുവന്ന് ഉപ്പുവെള്ളത്തിൽ ആദ്യം കഴുകി, പിന്നെ മണലിട്ട് നന്നായിട്ട് കഴുകി, പിന്നെ നല്ല വെള്ളത്തിൽ കഴുകി പനിനീരൊക്കെ കുടഞ്ഞ് വളരെ ശുദ്ധമാക്കി നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് അതിനെ തുടച്ച് വൃത്തിയാക്കി ഒരു താലത്തിൽ പൂവൊക്കെ വെച്ച് അതിൻ്റെ മുകളിൽ ഇത് വെച്ച് പൂജാമുറിയിൽ വെച്ച് ചന്ദനത്തിരി കത്തിച്ച് വെച്ച് അതിനെ പൂജിക്കുന്നത് പോലെ നമ്മളുടെ സോളിനെ മാറ്റിയെടുക്കും. അതിന് വേണ്ടിയിട്ട് ഒരു സാധ്യത, ഒരു സാഹചര്യം ഒക്കെയാണ് നമ്മൾ മറ്റ് ഒരാളിനെ കണ്ടുമുട്ടുമ്പോൾ അവരിൽ നമുക്കൊരു ഫിസിക്കൽ അട്രാക്ഷൻ തോന്നുകയും നമ്മൾ DF അല്ലെങ്കിൽ മറ്റൊരാൾ DM അല്ലെങ്കിൽ ഡിവൈൻ മസ്കുലിൻ ഫെമിനിൻ എനർജി ആണെന്നുള്ള രീതിയിൽ നമുക്കൊരു ഇൻട്രാക്ഷൻ തോന്നുകയും അവരിൽ നമ്മളുമായിട്ട് എന്തോ ഒരു അടുപ്പം തോന്നുന്നു എന്നൊക്കെ അത് ഒരു ചാൻസ് മാത്രമാണ് നമ്മളുടെ ഈ സോളിന് ഇത്രത്തോളം ഡെപ്തിൽ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധ്യത മാത്രം. അങ്ങനെ വന്ന് അതിലൂടെ ഒരു റണ്ണർ ചേസർ മെത്തേഡ്, ഒരാളിനെ കാണുമ്പോൾ മറ്റേയാൾക്ക് അടുത്ത് വരണം എന്നൊക്കെ തോന്നുന്നെങ്കിലും അവിടുന്ന് ഓടിപ്പോകാനായിട്ടുള്ള ഒരു സാധ്യത തോന്നുക, റണ്ണർ ചേസർ മെത്തേഡിൽ ഓടുകയും അങ്ങനെ ടോം ആൻഡ് ജെറി മോഡലിലൊക്കെ പോവുകയും പിന്നെ അത് കഴിഞ്ഞിട്ട് അവരെ നമ്മൾ കണ്ടുമുട്ടുന്ന ആ സമയം മുതൽ നമ്മളുടെ ഡീപ്പ് ആയിട്ടുള്ള നമ്മളുടെ മനസ്സിനകത്ത്, നമ്മളുടെ സോളിനകത്ത് ഈ ജന്മത്തിൽ മാത്രമല്ല കഴിഞ്ഞുപോയ എത്രയോ ജന്മങ്ങളായിട്ട് അടിഞ്ഞുകൂടി കിടക്കുന്ന നമ്മളുടെ ഭയം, നമ്മളുടെ വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങൾ, നമ്മളുടെ ലിമിറ്റിംഗ് ബിലീഫ്സ്, ഇതിനെ എല്ലാത്തിനെയും പിടിച്ചിങ്ങനെ കുലുക്കുന്ന രീതിയിൽ ഉള്ള ഡാർക്ക് നൈറ്റ് ഓഫ് ദി സോൾ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിലൂടെ നമ്മളെ കടത്തിക്കൊണ്ടുപോകും. അങ്ങനെ കടത്തിക്കൊണ്ടുപോയി ഇതെല്ലാം അതിജീവിച്ച് നമ്മളുടെ ദേഹമൊക്കെ ചുട്ടുകൊള്ളുന്നത് പോലെയൊക്കെ തോന്നി, മറ്റുള്ളവരോടൊന്നും പറയാൻ പറ്റാതെ, എന്നാൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒന്നും പുറത്ത് കാണിക്കാതെ എല്ലാം ഉള്ളിലൊതുക്കി വളരെ വേദനാജനകമായിട്ട് അവരെ ഒന്നും അറിയിക്കാതൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ച് പോയാൽ മതി എന്ന് നമ്മൾ ജീവിച്ചു തുടങ്ങുമ്പോഴും നമ്മുടെ സോള് അത് ശരിയല്ല, അങ്ങനെയല്ല വേണ്ടത്, അതല്ല വേണ്ടത്, എനിക്ക് എൻ്റെ സോളിന് ഇങ്ങനെയല്ല വേണ്ടത്, ഇതല്ല വേണ്ടത് എന്നുള്ള രീതിയിൽ ഇതല്ല എന്ന് പറഞ്ഞ് നമ്മളെ പിന്നിലോട്ട് വലിക്കുന്ന എന്തോ ഒരു ശക്തി നമ്മളിലൂടെ ഓപ്പറേറ്റ് ചെയ്ത് അങ്ങനെ ആ ഡാർക്ക് നൈറ്റ് ഓഫ് ദി സോളിലൂടെയൊക്കെ കടന്നുപോയി നമ്മളുടെ സോളിനെ വളരെ പവർഫുള്ളാക്കി, വളരെ ഹീൽഡാക്കി, വളരെ പോസിറ്റീവാക്കി, വളരെ ബ്യൂട്ടിഫുള്ളാക്കി, വളരെ ഷൈനിങ് ആക്കി ഒക്കെ വയ്ക്കുമ്പോൾ അങ്ങനെ നമ്മൾ ഇന്നർ പീസിന് വേണ്ടിയിട്ട് മെഡിറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് തുടങ്ങി നമ്മളുടെ ചക്രാസ് എല്ലാം ആക്ടിവേറ്റായി സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറയുന്ന പ്രോസസ്സും ഒക്കെ നടന്ന് അങ്ങനെ നമ്മുടെ ക്രൗൺ ചക്ര വരെ ആക്ടിവേറ്റായി ഡിവൈനുമായിട്ട് ഒരു കണക്ഷൻ വരുമ്പോൾ ഒരു പാർട്ടിൽ അല്ലെങ്കിൽ ഒരു വിഭാഗം ഉള്ള DM-ഉം DF-ഉം തമ്മിൽ ഫിസിക്കൽ പ്ലെയിനിൽ നമ്മൾ മാരേജ് അങ്ങനത്തെ ഒരു കൺസെപ്റ്റൊക്കെ നടത്തി അവർ രണ്ടുപേരും ചേർന്ന് നമ്മളുടെ സൊസൈറ്റിയിൽ നല്ല കാര്യങ്ങൾ പീപ്പിൾ അല്ലെങ്കിൽ മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള സർവീസിന് വേണ്ടിയിട്ട് അവർ രണ്ടുപേരും കൂടെ ഒരു യൂണിയനായി ചേർന്നുകൊണ്ട് ആ കാര്യങ്ങൾ ചെയ്യും. ഇനി വേറൊരു തരത്തിലുള്ള ട്വിൻ ഫ്ലെയിംസ് ആണെങ്കിൽ അവർ ഞാൻ പറഞ്ഞ സോൾ റീഇൻകാർണേറ്റ് ചെയ്ത് വന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് കണക്ഷൻ എന്ന് പറയുന്നത് ഡിവൈനുമായിട്ടാണ്. അവരെ കാണുമ്പോൾ അവരൊരു ഫിസിക്കൽ ബോഡി ഒറ്റ ഒരാളാണെങ്കിലും അവരുടെ ശരീരത്തിൽ 2 എനർജിയാണ് പ്രവർത്തിക്കുന്നത്. ആ ഡിവൈൻ ഫെമിനിൻ മസ്കുലിൻ എനർജിയുമായിട്ടുള്ള സ്പിരിച്വൽ യൂണിയൻ എന്ന് പറയുന്നത് അവിടെ ഉണ്ടാവുകയും അതിലൂടെ ഈശ്വരന് ബിഗ് പർപ്പസ് അല്ലെങ്കിൽ ബിഗ് പ്ലാൻ എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളെല്ലാം അവിടെ ഈശ്വരൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സാധാരണ 3D പ്ലാറ്റ്ഫോമിൽ ജീവിക്കുന്ന ഒരാളിൽ നിന്ന് ഈ പറയുന്ന ട്വിൻ ഫ്ലെയിംസ് എല്ലാം ഒരു ചോസൺ വൺ ആയിട്ട് മാറും. അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം ജേണിയിലൂടെ പോയി
ഈശ്വരൻ്റെ രീതിയിലുള്ള ബിഗ് പർപ്പസ് അല്ലെങ്കിൽ ബിഗ് പ്ലാൻ ചെയ്യണം എന്നുള്ള രീതിയിൽ ഇവരെ സെലക്ട് ചെയ്തങ്ങ് മാറ്റും. അപ്പോൾ ട്വിൻ ഫ്ലെയിം ജേണിയിലൂടെ കടന്നു പോകുന്നവർ അവരുടെ സോൾ എന്ന് പറയുന്നത് മോശമല്ല. അവരിലൂടെ ഈശ്വരന് ഒരുപാട് കാര്യങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യാനുണ്ട്. അങ്ങനെ ചോസൻ വൺസിന് കുറച്ചുകൂടെ ഒരു തല മുകളിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം ഈശ്വരൻ്റെ ആ ഒരു വെളിച്ചം പേറി അതിങ്ങനെ സദാ നമ്മളുടെ മൈൻഡ് ബോഡി സോളിലൂടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, സാധ്യതകൾ, സാഹചര്യങ്ങളിലൂടെ എല്ലാം ഓവർകം ചെയ്ത് പോകാനായിട്ട് ഈശ്വരൻ നമ്മളെ ഇതിൽ നിന്നെല്ലാം വലിച്ചെടുത്ത് ഐസൊലേറ്റ് ചെയ്ത് അങ്ങ് ദൂരെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മളെ മൊത്തത്തിലൊരു പ്യൂരിഫിക്കേഷനാണ് അവിടെ നടത്തുന്നത്. അതിനുശേഷം ഇങ്ങനെ ഒരു പുഴുവായി കൊക്കൂണായി ഇരുന്നതിന് ശേഷം ഒരു ബട്ടർഫ്ലൈ പോലെ കുഞ്ഞു ചിറകുകളൊക്കെ വിരിച്ച് നമ്മളങ്ങോട്ട് പറക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ മുമ്പിൽ ഓരോ വ്യക്തികൾ കാണുമ്പോൾ നമുക്ക് അവരുടെ മനസ്സിനെ ഫുൾ സ്കാൻ ചെയ്ത് എന്താണ് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്, ഈസ് ഇറ്റ് എ ലോ വൈബ്രേഷൻ എനർജി ലെവൽ ഓർ ഹൈ വൈബ്രേഷൻ എനർജി ലെവൽ എന്ന് നമുക്ക് മനസ്സിലാവും. നമുക്ക് ഒരുപാട് സൈക്കിക് എബിലിറ്റീസ്, ക്ലെയർവോയൻസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈശ്വരൻ നമുക്ക് പറഞ്ഞു തരും. അവിടെ ഈശ്വരൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ സോളിലൂടെ സദാ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ യു ആർ ദ ചോസൻ വൺ, സെലക്ട് ചെയ്ത് എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത ഒരു ടൂളാണ്. അതിലൂടെ മറ്റുള്ളവർ കാണണം ഈശ്വരൻ എന്ന് പറയുന്ന വലിയ ശക്തി എന്താണ്, ഈശ്വരൻ എന്ന് പറയുന്ന ആ ശക്തി അല്ലെങ്കിൽ ചൈതന്യത്തിൻ്റെ ആ ഒരു പവർ എന്ന് പറയുന്നത് എന്താണ്. ഇവിടെ ഡെവിളോ സാത്താനോ ഒന്നുമല്ല ഇവിടെ പ്രോക്കാസ്റ്റിനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. മറിച്ച് ഈശ്വരൻ എന്ന് പറയുന്ന വെളിച്ചമാണ് ഈ ഭൂമിയുടെ സർവവും എന്ന് മറ്റുള്ളവർ കാണുകയും ആ നമ്മളെ നോക്കി നിന്ന് സ്റ്റെയർ ചെയ്ത് നോക്കിക്കൊണ്ട് നിന്ന് ഒരു സ്റ്റാർ ക്വാളിറ്റിയിൽ നമ്മളെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇവർക്കിതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം അവരുടെ ഉള്ളിലുണ്ടാവുകയും അതിലൂടെ അവർ ആ സോള് ഓരോരുത്തരും ഈശ്വരനെ തേടി എത്തണം എന്നുള്ള രീതിയിലാണ് ട്വിൻ ഫ്ലെയിം ജേണിയിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തരെയും അങ്ങനെ മോൾഡ് ചെയ്ത് വളരെ വേദനാജനകമായിട്ടുള്ള ജീവിതത്തിലൂടെയൊക്കെ കടന്ന് നമ്മളെ ആ ഒരു തലത്തിലേക്ക് കൊണ്ട് എത്തിച്ചു നിർത്തുന്നത്. അപ്പോൾ അതിന് ചെയ്യേണ്ട 2 കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് വളരെ ക്ഷമ എന്ന് പറയുന്നത് ഒന്നുണ്ടാവണം. അത് പറയുമ്പം വളരെ ലളിതമാണെങ്കിലും അനുഭവിക്കുമ്പോൾ അത് നടക്കില്ല. പല സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് പറ്റില്ല ഗിവപ്പ് ചെയ്ത് പോകണം, ഇങ്ങനെ പറ്റില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുമ്പോൾ പിന്നെയും നമ്മുടെ സോള് നമ്മളെ പിടിച്ച് വലിച്ച് അല്ലെങ്കിൽ ഈശ്വരനും കൂടെ ചേർത്ത് നമ്മളെ ഓരോ ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ ഈശ്വരൻ ചോദിക്കും, ആർ യു റെഡി ഫോർ ദ നെക്സ്റ്റ് ലെവൽ, ആർ യു റെഡി ഫോർ ദ നെക്സ്റ്റ് ലെവൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ക്ഷമ എന്ന് പറയുന്നത് വളരെ വളരെ പ്രാഥമികമായിട്ട് നമ്മളുടെ ഉള്ളിൽ വേണം. ഒന്ന് മാത്രം ഓർത്തു വയ്ക്കുക, ഞാൻ ഈശ്വരൻ്റെ സൃഷ്ടിയാണ്, ഈശ്വരൻ്റെ കുഞ്ഞാണ്. ഈശ്വരൻ എന്തിനാണോ ഈ ഭൂമിയിൽ എന്നെ കൊണ്ടുവന്നത് അത് ഈശ്വരന് നടപ്പിലാക്കണം. അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു ആത്മാവാണ് എൻ്റെ ശരീരത്തിൽ ഇരിക്കുന്നത്. ഫിസിക്കൽ ബോഡി എന്ന് പറയുന്നത് നശിച്ചു പോവും, അടുത്ത ബോഡിയിലേക്ക് ആത്മാവ് കയറും. പക്ഷേ സോൾ എന്ന് പറയുന്നത് എത്രയോ ജന്മങ്ങളായിട്ട് അതിന് വേണ്ടതെല്ലാം ഈശ്വരൻ ഈ ഭൂമിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഉള്ളിലുള്ള ആ സോളിന് അത്രയും പവർഫുൾ ആയതുകൊണ്ടാണ് ഈശ്വരൻ ട്വിൻ ഫ്ലെയിം ജേണിയിലൂടെ എന്നെ കടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈശ്വരനോട് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു എന്നുള്ള രീതിയിൽ ക്ഷമ ആർജിച്ചെടുക്കുക. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സറണ്ടർ. എനിക്കൊന്നും അറിഞ്ഞുകൂടാ, ഈ ഭൂമിയിൽ എന്തിനാണ് എന്നെ സൃഷ്ടിച്ച് ഇങ്ങനെ ഓരോ തലത്തിലൂടെയൊക്കെ കടന്നു പോകുന്നത് എന്ന് ഒന്നും എനിക്കറിഞ്ഞുകൂടാ. എനിക്ക് എൻ്റെ മൂക്കിലൂടെ എടുക്കുന്ന ശ്വാസം തൊട്ട് എല്ലാം എനിക്ക് ഈശ്വരൻ വരദാനമായി തന്നതാണ്. അപ്പോൾ ഞാൻ എന്നെ തന്നെ, ഈ ഫിസിക്കൽ ബോഡി, അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് എല്ലാം ഈശ്വരൻ എന്ന് പറയുന്ന വലിയ ശക്തിയുടെ പാതാരവിന്ദങ്ങളിൽ ഞാൻ അടിയുറച്ച് എന്നെ തന്നെ ആത്മസമർപ്പണം ചെയ്യുകയാണ്. ഇനി എന്താണ് എന്നെക്കൊണ്ട് ചെയ്യാനുള്ളത്, എന്നിലൂടെ പ്രവർത്തിക്കാൻ ഉള്ളത്, പർപ്പസിലേക്ക് കണക്റ്റ് ചെയ്യാനുള്ളത്, അതെല്ലാം ഈശ്വരൻ എനിക്ക് വേണ്ടി ചെയ്തു തരണം. അതിന് ഐ ആം റെഡി എന്നുള്ള രീതിയിൽ നമ്മൾ സറണ്ടർ ചെയ്യുമ്പോൾ നമ്മളുടെ
ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള എല്ലാ മുറിവുകളും, എല്ലാ ഭയാനകമായിട്ടുള്ള പേടി, തോട്ട്സ്, നമ്മളുടെ ഇന്നർ ബിലീഫ് സിസ്റ്റം, ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം, മറ്റുള്ളവരെ കാണുന്ന രീതി, പീപ്പിൾ പ്ലീസിങ് ആയിട്ടുള്ള ആ ഒരു രീതി, നമ്മളുടെ ലോ വൈബ്രേഷൻസ് എല്ലാം ഹീൽ ചെയ്തതിന് ശേഷം നമ്മളെ ഹൈ വൈബ്രേഷൻ എനർജിയിൽ നിർത്തിക്കൊണ്ട് യൂണിവേഴ്സുമായിട്ടൊരു അലൈൻ വരികയും നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളുടെ മനസ്സിലൊരു ചിന്ത വരുമ്പോൾ ഏഞ്ചൽ നമ്പർ പോലെ ഒരു വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കടന്നു പോവുകയും അല്ലെങ്കിൽ ആനിമൽസ് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും നമ്മളൊരു എംപാത്താണോ, ഒരു ചോസൺ വൺ ആണോ, അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ പർപ്പസ് എന്ന് മനസ്സിലാക്കി തന്ന് ഈ ഭൂമിയിൽ നമുക്ക് എല്ലാം നേടിയെടുത്തുകൊണ്ട് ഒരു മിറാക്കിൾ പോലെ നമുക്ക് നമ്മളുടെ ജീവിതത്തിനെ കൊണ്ടുപോയി ആ ഒരു അറിവും എല്ലാം ഈശ്വരൻ്റെ വെളിച്ചവും വെച്ചുകൊണ്ട് മറ്റുള്ളവരെ സേവിക്കാനും, നമുക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് മറ്റുള്ളവരെ രക്ഷിക്കാനും സഹായിക്കാനും ഒക്കെയുള്ള ഒരു ബിഗ് പർപ്പസാണ് ട്വിൻ ഫ്ലെയിം ജേണിയിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തികൾക്കും ഉള്ളത്. അപ്പോൾ ധൈര്യമായിട്ടിരിക്കുക, സന്തോഷമായിരിക്കുക, ഈശ്വരനിൽ അടിയുറച്ച് വിശ്വസിച്ച് ആത്മസമർപ്പണം ചെയ്യുക, ക്ഷമാശീലത്തോടു കൂടി ജീവിക്കുക. ഒരു തലം കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര ഭയാനകമായിട്ടുള്ള വേദനാജനകമായിട്ടുള്ള ഒരു ജീവിതത്തിലൂടെ ഞാൻ കടന്നു പോയെങ്കിലും ഇപ്പോൾ ഈശ്വരൻ എന്ന് പറയുന്ന വലിയ ശക്തി എൻ്റെ ഉള്ളിലൂടെ ഒഴുകുന്നത് കൊണ്ട് ഞാൻ വളരെ തൃപ്തനാണ്, ഞാൻ വളരെ സമ്പന്നനാണ് എന്നൊക്കെ നമുക്ക് തോന്നുന്ന ഒരു സമയം വരും. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ എത്ര മനസ്സിലാവുമെന്നറിയില്ല. എന്നാലും ട്വിൻ ഫ്ലെയിം ജേണിയിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നമസ്കാരം.